നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. അപ്പോൾ നിനക്ക് എന്താണ് നമ്മുടെ കുട്ടിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ വേണ്ട വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ അമ്മൻ്റെ മുഖത്തൊരു ചിരി കാണുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോള് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കൂടി നിങ്ങളുടെ വീട്ടുകാരും എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ പറയുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ ജോലി കിട്ടിയത് ശേഷമാണെങ്കിലും എനിക്ക് നല്ല ജീവിതം എനിക്ക് കിട്ടും. ഫസ്റ്റ് വന്നപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ഗാർഡിയൻ വേണം. അങ്ങനെ സങ്കടമായില്ലേ? ആദ്യം സങ്കടമായിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫ് തന്നെ ഗാർഡിയനായിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. നമ്മളെ കുട്ടികളെയാണുള്ളത്, നമ്മുടെ കുട്ടിയായിട്ട് മാറിയുള്ളത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് ബസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 30ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള കാവ്യശ്രീയാണ്. കാവ്യശ്രീ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. കാരണം ഹർഷിത ആൻഡ് കാവ്യശ്രീ രണ്ടുപേര് ഒരുമിച്ച് കാസർഗോഡ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരം അല്ലേ, ബോർഡറിൽ നിന്നും നേരെ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരികയും അതുപോലെ വന്ന ലക്ഷ്യം അതുപോലെ നിന്ന് പൂർത്തീകരിച്ച് ഒരു ജോലിയോടൊപ്പം അതിൻ്റെ കൂടെ ഒരു ജോലിയും കൂടെ ചെയ്ത് ആ ലക്ഷ്യവും പൂർത്തീകരിച്ച് എങ്ങനെ 2 റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വന്നത്. ഏതിനു വേണ്ടി വന്ന മെയിനായിട്ട് മോളെ? ആദ്യം വന്നത് CSCB നേടാൻ വന്നത്. CSCB പിന്നെ എഴുതിയല്ലോ. അപ്പോഴത്തേക്കും JSC എന്നുള്ളൊരു സ്വപ്നം തലയിൽ വന്ന് കയറി. അപ്പോൾ ഒന്ന് JSCI, 2 കേരള ബാങ്കിൽ ഇപ്പോൾ അഡ്വൈസ് കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത JSCI വന്നപ്പോഴത്തേക്കും അടിച്ച് കയറി ആദ്യത്തെ പരീക്ഷ 30ാമത്തെ റാങ്ക്. അന്ന് നിനക്ക് ഈ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരള ബാങ്ക് എന്ന് ചവിട്ടിയത്. ഹർഷിതയായിട്ട് എങ്ങനെയാണ് പരിചയം? നേരത്തെ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചാണ്. അപ്പൊ ആരുടെ ഐഡിയ ആയിരുന്നു ഇവിടെ വിട്ടു തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ഐഡിയ ആർക്കുള്ളായിരുന്നു? ഹർഷിതയുടെ തന്നെ ആയിരുന്നു ഐഡിയ. വരുന്നോന്ന് ചോദിച്ചു, ഞാൻ ഒരുമിച്ച് വന്നു. വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ അന്ന് നമ്മളിപ്പം ശരിക്കും ട്രിവാൻഡ്രത്ത് തന്നെ പോകാതെ ഒത്തിരി സ്ഥലമുണ്ട്, നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ട്രിവാൻഡ്രത്തേക്ക് തന്നെ വരാൻ കാര്യം എന്തായിരുന്നു? നമ്മള് കുറെ ക്ലാസ് കണ്ടിട്ടുണ്ട് മുമ്പ് തന്നെ. രാജേഷ് സാർ ആയാലും നിങ്ങളതായാലും ക്ലാസ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മോട്ടിവേഷൻ ആയാലും നമുക്ക് പോവാന്നുള്ള തോന്നി. നല്ല ക്ലാസ് ആയിരുന്നു എന്ന്. അങ്ങനെയാണ് ഹർഷിത ഒരു ദിവസം പറഞ്ഞ് പോവാന്ന് ഫിക്സ് ചെയ്തു. പുറപ്പെട്ടുള്ളതാണ്. സാർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, വാ മക്കളെ കയറി വാ നോക്കാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ കയറി വന്നപ്പോഴത്തേക്കും അവർ ഒറ്റയ്ക്കായിപ്പോയി അല്ലേ? ഇവർ 2 സുഹൃത്തുക്കൾ മാത്രം വന്നത്. ഹർഷിതയ്ക്ക് ഗാർഡിയൻ കാവ്യശ്രീയും, കാവ്യശ്രീക്ക് ഗാർഡിയൻ ഹർഷിതയും. അങ്ങനെ ഒരു കഥയായിട്ടില്ല സാർ. ഫസ്റ്റ് ദിവസം തന്നെ സഹകാരിയിലെല്ലാവരും കൂടായി അല്ലേ? എന്നാലും ഫസ്റ്റ് വന്നപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ഗാർഡിയൻ വേണം. അങ്ങനെ ഒരു സങ്കടമായില്ലേ ആദ്യം? സങ്കടമായിട്ടുണ്ട്. സാറ് പറഞ്ഞ ഗാർഡിയനിലത് എങ്ങനെ എടുക്കുന്നു. പിന്നെ സാറ് അച്ഛനമ്മക്കെല്ലാം വിളിച്ചു. എന്നിട്ടാകുമ്പോ സോൾവ് ആയി. അവിടുത്തെ സ്റ്റാഫ് തന്നെ ഗാർഡിയനായിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹകാരി 2 മക്കളാണ്, പെൺമക്കളാണ് അവർ 2 പേരും. അതുപോലെ നമുക്ക് പഠനത്തിനോടൊപ്പം സഹകാരിയുടെ റിസർച്ച് വർക്ക് എപ്പോഴും നമ്മൾ എടുത്ത് പറയാറുണ്ട്. നിങ്ങൾ JSCIയിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കേരള ബാങ്കിൽ നിങ്ങളെല്ലാവരും പഠിച്ച കാര്യങ്ങൾക്ക് പിന്നിൽ വലിയൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ വിജയത്തിൽ നല്ലൊരു പങ്കും ഈ കുട്ടികളുടെ കൂടെ ആ ഒരു വിയർപ്പിൻ്റെ ഫലമാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ ഹർഷിതകളെല്ലാം നമ്മൾ ഭയങ്കര താങ്ക്ഫുള്ളാണ് ആ ഒരു വർക്കിലെ പെർഫെക്ഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ. ഓളെ നമുക്ക് അങ്ങനെ പഠനത്തിനോടൊപ്പമുള്ള ഈ സംഭവം മാനേജ് ചെയ്യാൻ എങ്ങനെ പറ്റിയിട്ടുണ്ട്? നമ്മൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 4:30-5 മണി വരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 7-8 മണി വരെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു രാവിലെ 2 മണി 3 മണി ആ ടൈം വരെ പഠിച്ചുകൊണ്ടുണ്ടായതാണ്. ആ ടൈമിൽ ഉറക്കമില്ല, ഫുഡില്ല, പഠിത്തം. അതായിരുന്നു നമ്മുടെ തലയിൽ. എന്തായാലും JSCI കേരള ബാങ്കിൽ കയറണമെന്നുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൊച്ചുങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഇരുന്നല്ലേ 2-3 മണി വരെ. അപ്പോൾ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4 തൊട്ട് 8 മണി വരെയുള്ള ജോലി, അടുത്ത ദിവസത്തേക്കുള്ള കണ്ടന്റ് പ്രിപ്പറേഷൻ കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാലും പഠിക്കില്ല എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ്. നമ്മളത് നമ്മുടെ തലയിൽ കയറ്റുക എന്നുള്ള വ്യത്യസ്തമായ പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ട് സമയം കണ്ടെത്തിയ മെഡിക്കലുകളാണ്. അപ്പോൾ എനിക്ക് ഹർഷിതയായിട്ട് കാവ്യശ്രീ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ മറ്റുള്ള പല ജില്ലകളിൽ നിന്ന് വന്ന് പലർക്കും വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. ഫാമിലി പരമായിട്ടാണെങ്കിലും ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. അതൊന്നും ഇല്ലാതെ പോലും
വരാനും പഠിക്കാനും വിജയിക്കാനും കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾ എനിക്ക് എപ്പോഴും രാജ് സാറും പറയാറുണ്ട്, നിങ്ങൾ എന്ന് ഇവിടെ നിന്ന് വണ്ടി കയറാൻ തീരുമാനിച്ചു അന്ന് നിങ്ങൾ ലിസ്റ്റിൽ വന്നു അതെ സാർ, അങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ എപ്പോഴും സാറിനെ പറയും സാർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. അപ്പൊ സാറ് പറയും അല്ല, നിങ്ങളെത്ത തീരുമാനമാണ് നിങ്ങൾ ജയിപ്പിച്ചത് എന്ന് പറയും സാറ്. ഓക്കെ, അപ്പോൾ ചില തീരുമാനങ്ങൾ ഭയങ്കര ഡെട്രിമെൻ്റലായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഫാമിലിന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൂരമല്ലേ പോകണ്ട. പിന്നെ എൻ്റെ ചേച്ചിയായിരുന്നു നല്ല സപ്പോർട്ട് തന്നത്. ചേച്ചി അപ്പം പ്രഗ്നന്റ് ആയിരുന്നു. എന്നാലും ചേച്ചി പറഞ്ഞു നീ പോണം, എന്തായാലും പോണം, ഏട്ട് നീ ഒന്നും ആലോചിക്കണ്ട, ഞാനുണ്ടല്ലോ. എന്നിട്ട് ചേച്ചിയാണ് നല്ല സപ്പോർട്ട് തന്നത്. അപ്പോൾ വലിയൊരു ഇപ്പം വിജയത്തിൻ്റെ പിന്നിലും ഒരു ഫാമിലിയുടെ സാക്രിഫൈസ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, നീ പറയുന്ന വാക്ക് കേൾക്കാൻ ഒരുപാട് കുട്ടികൾ തയ്യാറാവും. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാക്കുകൾക്ക് ഭയങ്കര പവറുണ്ട്. അത് അനുഭവത്തിൻ്റെ അതിൽ നിന്ന് വന്ന സഫറിങ്സിൻ്റെ ഒക്കെ പവറുണ്ട്. അപ്പോൾ നിനക്ക് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, അന്ന് എൻ്റെ അമ്മ അന്ന് വേണ്ട വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ അമ്മൻ്റെ മുഖത്തൊരു ചിരി കാണുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോള് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്, അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കൂടി നിങ്ങളുടെ വീട്ടുകാരും എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ പറയുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഇനിയായാലും ഈ ജോലി കിട്ടിയത് ശേഷമാണെങ്കിലും എനിക്ക് നല്ല ജീവിതം ഇനി കിട്ടും. അത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനായാലും എൻ്റെ എല്ലാ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അർപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതിന് എല്ലാവരോടും ഞാൻ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരെയാണ്.